നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഉദ്ദേശ്യം രാഷ്ട്രീയേതരമെന്ന് പോൾ ഗിവാൻ. ഇസ്രായേലിലെ സ്കൂളിൽ നടത്തിയ സന്ദർശനം പരസ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതിനെ ന്യായീകരിച്ച് സ്റ്റോർമോണ്ട് വിദ്യാഭ്യാസ മന്ത്രി പോൾ ഗിവാൻ. അത് തികച്ചും രാഷ്ട്രീയേതര സന്ദേശമായിരുന്നുവെന്നും പോൾ ഗിവാൻ. 5.5 വർഷം തടവ് ശിക്ഷ. ഡിജെക്കാരിക്ക് 5.5 വർഷം തടവ് ശിക്ഷ. ക്യാൻസർ ചികിത്സയ്ക്ക് പണം ആവശ്യമാണെന്ന് പറഞ്ഞാണ് ഡിജെക്കാരി തട്ടിപ്പ് നടത്തിയത്. ക്രിസ്മസ് റദ്ദാക്കില്ല. നഗരമധ്യത്തിൽ ക്രിസ്മസ് മാർക്കറ്റ് റദ്ദാക്കിയെങ്കിലും ലിമറിക്കിൽ ക്രിസ്മസ് റദ്ദാക്കില്ലെന്ന് മേയർ ജോൺ മൊറാൻ. പേരിനി പൊതു രജിസ്റ്ററിൽ. ഗാർഹിക പീഡനത്തിന് ശിക്ഷിക്കപ്പെട്ടവരുടെ പേര് പൊതു രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കുന്ന നിയമനിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകി. ക്രിമിനൽ അസറ്റ്സ് ബ്യൂറോ കഴിഞ്ഞ വർഷം വിറ്റഴിച്ചത് 20 വീടുകളും സ്വത്തുക്കളും. ഒരു വർഷത്തിനിടയിൽ വിറ്റ ഏറ്റവും വലിയ സ്വത്തുക്കളാണിത്. യുക്രൈനിൽ നിന്നുള്ള പുതിയ താമസക്കാർക്ക് 30 ദിവസത്തേക്ക് മാത്രമേ സ്റ്റേറ്റ് താമസ സൗകര്യത്തിൽ താമസിക്കാൻ അനുവാദമുള്ളൂ. മന്ത്രിസഭാ ഉപസമിതി അംഗീകരിച്ച നയമാണിത്. അവധിയോ മിനിമം വേതനവോ പോലും അനുവദിക്കാതെ അമിതമായി ജോലി ചെയ്യിപ്പിച്ച് നടത്തിയ തൊഴിലവകാശ ലംഘനത്തിന് കാവനിലെ റെസ്റ്റോറന്റ് ഉടമയ്ക്ക് 1,54,000 യൂറോ പിഴ ചുമത്തി വർക്ക് പ്ലേസ് റിലേഷൻസ് കമ്മീഷൻ വിധി. അയർലൻഡിൽ നിന്ന് 45 മുതിർന്നവരെയും 7 കുട്ടികളെയും ജോർജിയയിലേക്ക് നാടുകടത്തി. ആക്രമണത്തിൽ 20-കാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ യുവാവിനെ കുറ്റം ചുമത്താതെ വിട്ടയച്ചു. അന്വേഷണം തുടരുകയാണെന്നും ഗാർഡ. സ്നാപ്ചാറ്റിൽ അശ്ലീല ചിത്രങ്ങൾ പങ്കുവച്ച അധ്യാപികയെ ഹൈക്കോടതി അധ്യാപക രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തു. വിദ്യാർത്ഥിയുമായുള്ള മോശം ബന്ധത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ ഇടിവ്. റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും മേൽ US ഉപരോധം ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് എണ്ണ ഇറക്കുമതിയിൽ ഇടിവ്. കമ്മ്യൂണിസ്റ്റായ സൊഹ്റാൻ മംദാനി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിലേക്കുള്ള ഫണ്ടുകൾ തടയുമെന്ന് ഭീഷണി മുഴക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വലിയ പ്രഖ്യാപനങ്ങളുമായി RJD നേതാവും മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ്. സഖ്യം അധികാരത്തിലെത്തുന്ന പക്ഷം സ്ത്രീകൾക്ക് പ്രതിവർഷം 30,000 രൂപ വീതം അടുത്ത 5 കൊല്ലത്തേക്കും നൽകും. UKNA അംഗങ്ങളെ വധിച്ചു. മണിപ്പൂരിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വിമത ഗ്രൂപ്പായ യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമിയിലെ 4 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. BJPയിൽ ചേരാൻ ജയരാജൻ ആഗ്രഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ BJPയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നതായി BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കുപ്രസിദ്ധ ക്രിമിനൽ തമിഴ്നാട് സ്വദേശി ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. റൈസിംഗ് ഏഷ്യ കപ്പിനുള്ള 15-അംഗ ഇന്ത്യ A ടീമിൽ ഇടം നേടി യങ് സെൻസേഷൻ വൈഭവ് സൂര്യവംശി. 14-കാരനായ താരത്തിന്റെ കരിയറിലെ നിർണായക നേട്ടമാണിത്. കുതിച്ചുയർന്ന് ജമീമയുടെയും സ്മൃതിയുടെയും ബ്രാൻഡ് മൂല്യം. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെ ബ്രാൻഡ് മൂല്യത്തിൽ വമ്പൻ കുതിപ്പ്. താരങ്ങളുടെ കരാർ തുകയിൽ 25% മുതൽ 100% വരെയുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത 5 ദിവസം നേരിയ മഴ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം നേരിയ മഴ തുടരും. അയർലൻഡിൽ മഴ തുടരുന്നു. തെക്കുകിഴക്കൻ മേഖലയിലെ 6 കൗണ്ടികളിൽ യെല്ലോ വാർണിംഗ് നൽകിയിട്ടുണ്ട്. യാത്രാ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മെറ്റാറാൻ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ് യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.